ഹായ് ഫ്രണ്ട്സ്, എം ആർ ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇന്ന് ഇത്തിരി കരിമീൻ വിശേഷങ്ങളാണേ. വീട്ടിൽ നിന്ന് കുഞ്ഞാണം വന്നപ്പോൾ നണ്ട കുറച്ച് കരിമീനൊക്കെ കൊണ്ടുവന്നായിരുന്നേ. വലിയ കരിമീനും കുഞ്ഞൻ കരിമീനും എല്ലാം ഉണ്ടായിരുന്നേ. മണിയണ്ണം ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ കുഞ്ഞാണം വല കോരി മീൻ പിടിക്കുന്നതാണ് ഇത്. അങ്ങനെ കിട്ടിയപ്പം കൊണ്ടുവന്നതാണ് എനിക്ക്. എന്ത് കിട്ടിയാലും ഇപ്പം നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ കുഞ്ഞൻ കരിമീനെ, കുഞ്ഞൻ പള്ളത്തിയായിരുന്നു കേട്ടോ, അതിനെല്ലാം എടുത്തിട്ടങ്ങ് കറി വെച്ച്, തേങ്ങ അരച്ച് കറി വെച്ചേ. ഈ റെസിപ്പി ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ അത് ഞാൻ പിന്നെ കാണിക്കാൻ നിൽക്കാഞ്ഞത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏറെക്കുറെ വോയിസ് ഞാൻ ഡയറക്റ്റ് തന്നെ കൊടുത്തേക്കുവാണേ. അതുകൊണ്ട് ഇത്തിരി സൗണ്ട് കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ആദ്യം കാണിച്ചപ്പോൾ ഒരു 2 കരിമീൻ ഇത്തിരി വലുതുണ്ടായിരുന്നല്ലോ, അതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ, അതായത് വെളിച്ചെണ്ണ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നന്നായിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പം എണ്ണ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വെള്ളം തന്നെ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. കുറത്തോനെ ഈ വെള്ളം കൂടി പോകണ്ട, കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്ന അരപ്പിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കരിമീൻ കുട്ടന്മാരെ അങ്ങോട്ട് പറക്കിയിട്ട് ആ അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് എടുത്തുകൊണ്ട് വരാം. അരപ്പ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ തലയുടെ ഉൾഭാഗത്തോടൊക്കെ അരപ്പ് വരത്തക്ക വിധം വേണം ചെയ്യാൻ. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കരിമീൻ കുട്ടന്മാരെ പറക്കി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. കാരണം നമുക്കിനി ഇത് പൊള്ളിച്ചെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്ത് മാറ്റിയ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള, ഒരു 2 സവാളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ, ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷമാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. മീൻ പൊള്ളിക്കുമ്പോൾ എപ്പോഴും മല്ലിപ്പൊടി ഇങ്ങനെ ചേർക്കുന്നതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതിലേക്ക് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കിലോ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ മസാല തിളയ്ക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല ഇങ്ങനെ വാട്ടിയെടുത്ത ശേഷം ഒരു ലെയറായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇങ്ങനെ വയ്ക്കാം. മസാലയെല്ലാം വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീനെ വയ്ക്കാം. നമ്മൾ കരിമീൻ കണ്ടോ, ഡീപ്പായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ടില്ല, ഒരു പകുതി ഫ്രൈയേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന മസാലയും എല്ലാം കരിമീനിങ്ങനെ പൊതിഞ്ഞങ്ങ് വെച്ച് കൊടുക്കാം. മസാലയെല്ലാം വെച്ചതിന് ശേഷം നമുക്കിനി അതിനെ പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. മുന്നേ നമ്മളൊരു ചെമ്പല്ലി പൊള്ളിക്കുന്ന വീഡിയോ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് കെട്ടിയെടുക്കാനായിട്ട് നമ്മൾ വാഴയുടെ വള്ളി തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. വാഴപ്പിണ്ടിയിൽ നിന്ന് എടുക്കുന്ന വള്ളി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ കെട്ടിയെടുക്കുന്നത്. ഒരു 2-3 കെട്ട് കെട്ടുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് കെട്ട് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3-4 കെട്ടൊക്കെ കെട്ടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടപ്പയിലോട്ട് വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മീൻ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പൊതിയെടുത്ത് ആ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഈ എണ്ണയിലേക്ക് വെക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഇല അങ്ങോട്ട് വയ്ക്കുമ്പം എണ്ണ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലോട്ട് നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അത് അടച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കരിമീൻ മാത്രമല്ല, ഏത് മീൻ വേണമെങ്കിലും നമുക്കിങ്ങനെ പൊള്ളിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണേ, അപാര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോകളുമായി എത്താം. അതുവരേക്കും ടാറ്റ ബൈ ഫ്രം രാധിക മണിയൻ.